മൈൻ ചെയ്യാൻ വേണ്ടി കേവിലേക്ക് ഇറങ്ങിയതാണ്. താഴെ വീണ് ചത്തു. ഈ കേവിൽ ഞാൻ ഒരുപാട് വട്ടം ചത്തു. അതെനിക്കിനി പറ്റില്ല. ഇങ്ങോട്ട് വരുന്ന വഴി കണ്ടിട്ട് എനിക്ക് തന്നെ തലവേദന എടുക്കുന്നു. അത് ഞാനങ്ങ് മാറ്റി ഇത്രയും നല്ല വൃത്തിയുള്ള സ്ഥലമാക്കി. അതിനുശേഷം മൈൻ ചെയ്തപ്പോൾ എനിക്കൊരു ഡയമണ്ട് ബ്ലോക്കും കിട്ടി. അത് ഞാൻ കുഴിച്ചെടുത്തു. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു ക്രീപ്പർ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 8 ആണ്. സോ ഇപ്പോൾ നമ്മൾ കുറേ നേരം ഗ്രൈൻഡ് ചെയ്ത് നമ്മുടെ സ്പൈഡർ ഫാം നല്ല ലൂട്ട് ഇടുന്നുണ്ട്. സോ ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ഓവർവേൾഡിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ നമ്മൾ കുറച്ച് രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് നമ്മൾ കുറച്ചധികം ഈ ഒരു സ്ട്രിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രിങ് നമ്മൾ സെറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് മോപ്പ് ഫാം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് ഉടനെ തന്നെ. അപ്പം അതിന് വേണ്ടി അതിനകത്ത് കുറച്ച് കാർപ്പറ്റ് വെക്കാണ്ട് ഗൈസ്. അപ്പം അതിന് വേണ്ടിയാണ് ഞാൻ സ്ട്രിങ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു ഷീപ്പുണ്ട്, ആ ഷീപ്പിനെ നമുക്കെടുത്ത് ഡിസ്പെൻസറിലൊക്കെ ഇട്ട് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ബട്ട് അത് ഇച്ചിരി കൂടെ ടൈം എടുക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സ്പൈഡർ ഫാം ചെയ്തത്. അതാകുമ്പോൾ എക്സ്പിയും കിട്ടും ആണല്ലോ ഗൈസ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. ഓക്കെ, ഞാൻ ഇനി ഒന്ന് മേളിലെത്തട്ടെ ഗൈസ്. മേളിലെത്തിയിട്ട് നമുക്ക് നമ്മുടെ മൈനിങ് ഏരിയ ഇവിടം വരെ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച കേവ് വരെയെങ്കിലും നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. കംപ്ലീറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്കതാ ഞാൻ മേളിലെത്തിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിലാണെങ്കിൽ കുറേ ഡീപ് സ്ലൈറ്റ് ഉണ്ട്. സോ നമുക്കിതെല്ലാം കൂടെ നമുക്കൊരു പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് ആക്കിയിട്ട് അതിൻ്റെ കുറച്ച് വാളാണ് നമുക്ക് വേണ്ട ഗൈസ്. നമുക്ക് വേണ്ട പോളിഷ്ഡ് ഡീപ് സ്ലൈറ്റ് എടുക്കുക, എന്നിട്ട് കുറച്ച് വാൾ ചെയ്യുക. അതേപോലെ ഗൈസ് നമ്മളൊരു മൾട്ടിപ്ലെയർ സീരീസ് ആലോചിക്കുന്നുണ്ട്, ഒരു ഹൊറർ മോഡൊക്കെ ഇട്ട് സെറ്റാക്കുന്നത്. അത് വേണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ആൻഡ് കുറച്ചത്രയും വാളൊന്നും വേണ്ടായിരിക്കും ഗൈസ് അല്ലേ? അത്രയും വാൾ വേണ്ട. ഇനി നമുക്ക് നേരെ പോയിട്ട് നമ്മുടെ ഒരു മൈനിങ് ഏരിയ ബിൽഡ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിലത്തെ കാര്യം എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട്, ഇങ്ങനെ തന്നെ ചെയ്താൽ മതിയോ എന്ന്. ആൻഡ് അകത്തെ കാര്യം ഫുൾ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. യെസ് ഗൈസ്, അതൊരു നല്ലൊരു ക്ലീൻ ലുക്കാണ്. ബട്ട് ഇപ്പോഴത്തെ ഒരു ലുക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി ഒരു ലുക്കാണ്, അല്ലാതെ ഭയങ്കര ഓവർ ലുക്കായിട്ട് അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല ഗൈസ്. ഒരു ജസ്റ്റ് ഒരു ക്ലീൻ ലുക്കിന് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് അതിൻ്റെ ഇവിടെ തന്നെ നമുക്കൊരു പില്ലർ പോലെ കൊടുക്കണം ഗൈസ്. സോ അതിനുവേണ്ടി കുറച്ച് ഡർട്ടൊക്കെ മാറ്റി നമുക്ക് ഈ ലോഗ് വെച്ച് നമുക്കൊരു പില്ലർ കൊടുക്കാം ഗൈസ്. പില്ലർ കൊടുത്ത് നമ്മുടെ നോർമൽ മൈനിങ് ഏരിയയുടെ ലുക്ക്, നമ്മൾ നോർമലി മൈൻക്രാഫ്റ്റിൽ എല്ലാവരും മൈനിങ് ഏരിയ ഉണ്ടാക്കുന്നതിൻ്റെ ഇങ്ങനെയാണ് ഗൈസ്. സോ ആ ഒരു ലുക്ക് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് വശം ഇങ്ങനെയാണല്ലോ ഗൈസ്. നമ്മൾ സാധാരണ മൈനൊക്കെ നമ്മൾ കാണുന്നത് ഇതേപോലെ ഫ്രണ്ടിൽ 4 തൂണൊക്കെ വെച്ച് ആണല്ലോ ഗൈസ്. നമ്മൾ ചൂച്ചാൾസിൻ്റെ ഗെയിമൊക്കെ കളിക്കുമ്പം കളിച്ചിട്ടുള്ളവർക്കറിയാം. ഫ്യൂച്ചറിൽ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗൈസ്. നമുക്ക് അതൊക്കെ സെറ്റാക്കാം. ഓൺ ദ വേ ആണ് ഗൈസ്. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പില്ലേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ വേണ്ടി ഇത്ര സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലൂടെ ഒരു ലോഗ് സെറ്റ് ചെയ്യണം ഗൈസ്. അത് നമുക്കൊന്ന് പോയി സെറ്റ് ചെയ്യാം. അതുകൂടെ ചെയ്തില്ലൊരു വൃത്തികേടാണ് ഗൈസ്. ഒരു ഇച്ചിരി മെന വേണ്ട ഗൈസ് ഒരു സാധനം ചെയ്യുമ്പം. അപ്പോൾ അതുകൂടെ ഒന്ന് സെറ്റാക്കണം. വേണ്ടി ഇവിടെ ഒരു ലോഗ്, ഇതിൻ്റെ മേളിലോട് ചാടി തന്നെ ഇവിടെ ഒരു ലോഗ്, പിന്നെ വേണ്ടി ഇവിടെയും കൂടെ ഇടണം. ഓക്കെ, ഇത്രയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രണ്ടിലത്തെ ഔട്ട്ലുക്ക് ഇത്ര ഉള്ളു ഗൈസ്. നമ്മൾ ഫ്രണ്ടിൽ വലിയ കാര്യമൊന്നും ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ മൈനിങ് ഏരിയ ഇങ്ങനെയാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് ഡർട്ടൊക്കെ വെച്ചൊന്ന് ഒരു ചെറിയൊരു ഏരിയ മേളിലൊന്ന് നമുക്കൊന്ന് അടച്ചു വെക്കാം ഗൈസ്. കാരണം ഇവിടെ ഫ്രണ്ടിലൊരു ബ്ലോക്ക് ഇല്ലല്ലോ ഗൈസ്. അതുകൊണ്ടാണ്. നമുക്ക് ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുന്ന് 2 ബ്ലോക്ക് താഴോട്ട് കിട്ടും. അതായത് ആ ഒരു 2 ബ്ലോക്ക് ഉണ്ട്. ആ ഒരു 2 ബ്ലോക്കിൻ്റെ അവിടെ ഞാൻ ഇപ്പോൾ കുഴിച്ച 2 ബ്ലോക്കിൻ്റെ അവിടെ ഇങ്ങനെയല്ല, സോറി, അത് ഞാൻ മാറ്റിക്കോളാം. സമയം എടുക്കും, വെട്ടിയെടുക്കാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് നമ്മൾ 2 ഓക്ക് ലോഗ് കിട്ടണം ഗൈസ്. ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ട് താഴോട്ടൊരു പില്ലർ പോലെ. നമ്മുടെ ഓക്ക് ലോഗ് ഒത്തിരി ഇല്ല ഗൈസ്, അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തേ വെക്കാൻ പറ്റത്തുള്ളൂ. ഇച്ചിരി കൂടെ ആ ബ്ലോക്ക് എടുക്കണം. ആ ബ്ലോക്കിൻ്റെ അവിടുത്തെ അല്ല വേണ്ട ഗൈസ്. ആ ബ്ലോക്ക് കൂടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗ് ഒത്തിരി വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ആ ബ്ലോക്ക് എടുക്കണ്ട. അപ്പോൾ ഈ ബ്ലോക്ക് എടുക്കാം ഗൈസ്. എന്നിട്ട് ഈ ബ്ലോക്കിൻ്റെ അവിടെ ഇങ്ങനെ താഴോട്ട് ഒരു ബ്ലോക്ക് കൂടെ അവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് എന്നിട്ട് ഇവിടെ നിന്ന് ഫുൾ അകത്ത് ഞാൻ സ്ട്രിപ്പ് ചെയ്യാനാണ് ആലോചിക്കുന്നത്. പക്ഷേ ഫ്രണ്ട് സ്ട്രിപ്പ് വേണോ വേണ്ടയോ എന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് ഗൈസ്. കാരണം അകത്ത് സ്ട്രിപ്പ് ചെയ്ത് ഇവിടുന്ന് നമുക്കിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടോടെ സ്ട്രിപ്പ് ചെയ്യണമെങ്കിൽ ഫ്രണ്ട് സ്ട്രിപ്പ് ചെയ്യണം ഗൈസ്. അതുകൊണ്ടാണ് നമുക്കൊന്ന് നോക്കാം ഗൈസ്. ഇത് ഞാൻ ഉദ്ദേശിച്ചത്രയും ലോഗ് അല്ല ഗൈസ്. അത്യാവശ്യം ലോഗ് വേണ്ടി വരും. ഞാൻ എന്തായാലും കുറച്ച് നിങ്ങളെ കാണിക്കാം ഗൈസ്. ഈ ഫ്രണ്ടിലത്തെ ഒരു ഏരിയയെങ്കിലും നമുക്കൊന്ന് കാണാം ഗൈസ്. ഞാൻ എന്തായാലും ഒരു ഏകദേശം ഒരു മനസ്സിലാക്കി ഞാൻ സെറ്റാക്കിയിട്ട് ഞാനാണെങ്കിൽ നിങ്ങളെ കാണിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഇതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഡീപ് സ്ലൈറ്റ് വാൾ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ഉദ്ദേശിക്കുന്നത്. ഇനി താഴോട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം ഗൈസ്. എന്തായാലും ഈ ഒരു മോഡലാണ് നമ്മൾ താഴോട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മാക്സിമം നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു ഫുൾ റിസോഴ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഡീപ് സ്ലൈറ്റ് വാൾ വേണ്ടി വരത്തില്ല ഗൈസ്.
ഈ ഒരു ഇതാണ് വേണ്ടി വരുന്നത് വുഡ്. സോ നമുക്ക് ഡീപ് സ്ലൈറ്റ് വാള് സെറ്റ് ചെയ്ത് നമുക്ക് മാക്സിമം ആക്കാം. പിന്നെ ഞാൻ വുഡ് ഇത്രയും ലേറ്റാക്കി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വിചാരിച്ചത് വുഡ് വെച്ച് നമുക്കാണെങ്കിൽ വുഡ് വെച്ചല്ല, നമുക്കൊരു മോപ്പ് ഫാം ഉണ്ടാക്കി അതിൽ നിന്നിട്ട് ബോൺ വെച്ചിട്ട് വുഡ് ഫാം ഉണ്ടാക്കിയിട്ട് നമുക്കിത് ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ബട്ട് അതിന് വേണ്ടി നമുക്കൊരു സ്പൈഡർ ഫാം വേണ്ടി വന്നു. സ്പൈഡർ ഫാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ടുള്ള ഏരിയ ഒന്ന് സെറ്റാക്കാം. ഭയങ്കര എൻ്റെ പൊന്നട പോയി അങ്ങോട്ട് ഇറങ്ങിയും ചാടിയും എൻ്റെ ഹങ്കർ വാറൊക്കെ കുറഞ്ഞ് എൻ്റെ ഫുഡെല്ലാം തീരാറായി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇപ്പം ചെയ്താൽ ഇപ്പം ഒന്ന് ചെയ്തു പോകും ഗൈസ്, അല്ലാതെ ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ലേറ്റാകും. ഓക്കെ, ഞാൻ എന്തായാലും എൻ്റെ ഉള്ള റിസോഴ്സ് വെച്ച് ഞാൻ ചെയ്തിട്ട് കാണാം ഗൈസ്. എൻ്റെ ഇരിക്കുന്ന ഫുൾ ലോകം തീർന്നു ഗൈസ്. ഞാൻ പിന്നെയും പോയി കുറേ മൈൻ ചെയ്തു. കുറച്ച് ഇവിടെ ഞാനാണെങ്കിൽ സാപ്ലിങ് നട്ട് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്കിവിടെ ഞാനിപ്പോൾ ചെയ്തത് എൻ്റെ ഇത്രയും ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതൊന്ന് സ്ട്രിപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും സ്ട്രിപ്പ് ചെയ്യണ്ടെന്ന് വിചാരിച്ചാണ്. എന്നാലും നമുക്കങ്ങ് സ്ട്രിപ്പ് ചെയ്തേക്കാം ഗൈസ്, ഇല്ലെങ്കിൽ ഒരു ലുക്ക് വരത്തില്ല. അതുകൊണ്ട് നമുക്കങ്ങ് സ്ട്രിപ്പ് ചെയ്യാം. ഇതെങ്ങനെ സ്ട്രിപ്പ് ചെയ്യുന്നത്? ഓക്കെ, നമുക്ക് ഓക്കെ ഇങ്ങനെയാണ് ഗൈസ്. നമുക്ക് എൻ്റെ ഈ ഒരു ഓട്ടോക്കട ഇതൊക്കെ കാണാം ഗൈസ്. നമുക്ക് അതൊക്കെ സ്ട്രിപ്പ് ചെയ്ത് കളയാം. സ്ട്രിപ്പ് ചെയ്യുന്നതാണ് ഒരു ക്ലീൻ ലുക്കെന്ന് തോന്നി ഗൈസ്. കാരണം അല്ലാതെ ഇതിൻ്റെ കൂടെ ചേർന്ന് വന്നില്ല ഈ ഒരു ഡീപ് സ്ലൈഡിൻ്റെ കൂടെ. ഓക്കെ ഗൈസ്, ഞാൻ ചെയ്തിടം വരെ ഞാൻ സ്ട്രിപ്പ് ചെയ്തിട്ട് വേണം ഗൈസ്, അതായിരിക്കും നല്ലത്. ഞാൻ സ്ട്രിപ്പ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഞാൻ തന്നെ നമ്മുടെ ഫസ്റ്റിലത്തെ കേവ് വരെ നമ്മൾ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. സോ ഇതിൻ്റെ പൊന്നട ഒരു നല്ല ടൈം എടുക്കുകയും ചെയ്ത് നല്ല റിസോഴ്സ് കൺസ്യൂമിങ് ആയിരുന്നു ഗൈസ്. ഞാൻ ഒരു കണ്ടത് കൂടാതെ ഞാൻ പിന്നെ ഒരു സ്റ്റാക്ക് കൂടെ പോയി ഒപ്പിച്ചു. എന്നിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഒരു സ്റ്റാക്കല്ല, ഒരു അര സ്റ്റാക്ക് കൂടെ ഒപ്പിച്ചു ഗൈസ്. എന്നിട്ടാണ് നമ്മൾ ഇത്രയും ചെയ്തത്. സോ ഇനി ബാക്കി ഒരു 25 ഉണ്ട്. ഞാൻ ഇവിടെ ഒരു ഡോർ പോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ ഒരു വലിയ എന്തെങ്കിലും ഒരു ബിൽഡ് സെറ്റ് ചെയ്യണം ഗൈസ്. അതൊക്കെ ഭയങ്കര ഫ്യൂച്ചർ പ്ലാനാണ്. നമുക്ക് എൻഡർ ഡ്രാഗനൊക്കെ കൊന്നിട്ട് ചെള്ളമാണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മളൊരു ഡോർ കൊടുക്കും, എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബിൽഡ് ചെയ്യണം ഗൈസ്. സോ ഇതൊക്കെ ഭയങ്കര ഫ്യൂച്ചർ പ്ലാനാണ്. സോ നമുക്കിനി തിരിച്ച് മേളിൽ കയറാം. എൻ്റെ പൊന്നടാവ് ഇനി ഇപ്പുറത്തെ സൈഡൂടെ ഉണ്ട് ഗൈസ്. ഇത്രയും തന്നെ ചെയ്യാണ്ട് ഞാൻ പിന്നെ ഇവിടുത്തെ മരമൊക്കെ വളർന്നു ഗൈസ്. പിന്നെ ഓക്കെ, നമുക്കെന്നാൽ ഇതുകൂടെ ചെയ്തിട്ട് കാണാം ഗൈസ്, അതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിലുള്ള എല്ലാ റിസോഴ്സും എടുത്ത് ഞാൻ ഇത്രയും വരെ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് മൈൻ ചെയ്യാൻ പോയി ഗൈസ്. ആ ഒരു വീഡിയോ നിങ്ങൾ പോയി കണ്ടിട്ടോ. കുറച്ച് ഡയമണ്ടൊക്കെ കിട്ടി ഗൈസ്, നമുക്കത് കാണാം. നിങ്ങളത് കണ്ടിട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ ലക്ക് കണ്ട. ഞാനാണെങ്കിൽ എൻ്റെ ഇതൊക്കെ തീർന്നു ഗൈസ്. അപ്പം ഡീപ് സ്ലൈറ്റ് കുറച്ച് തീർന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൈൻ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. കാരണം നമ്മളൊരു വൈ ലെവൽ 27 ആയിക്കാണ്, -27. വേണ്ട പിന്നെ ഡയമണ്ട് ഇരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തെ ഗോൾഡ് ഇരിപ്പുണ്ട് ഗൈസ്. നമുക്ക് ഈ ഡയമണ്ട് ഒരു 3 ഡയമണ്ടാണ്. ഒരു പിക്കാക്സ് ഉണ്ട് ഗൈസ്, 3 ഡയമണ്ട് ഉണ്ട്. എൻ്റെ പൊന്നട ലക്ക 4 ഡയമണ്ട് സെറ്റാണ് മൊത്തം. ലക്കായിരുന്നു, ലക്ക് മോനെ. ഇന്നത്തെ എപ്പിസോഡും കൊള്ളാം, ലക്കായിരുന്നു ഗൈസ്. 3 ഡയമണ്ടേ ഉള്ളൂ കറക്റ്റ്. ഓക്കേടാ, പിന്നെയും ഡയമണ്ട് കണ്ടെത്തി ഗൈസ്. ഞാനാണ് എന്തായാലും ഇപ്പോൾ -27 ആയില്ല. നമുക്കൊന്ന് താഴെ വരെ കൊണ്ടുവന്ന് വിചാരിച്ച് പിന്നെ ഇച്ചിരി മൈൻ ചെയ്തിരുന്നതാണ് ഗൈസ്. പിന്നെയും ഡയമണ്ട്. എടാ എനിക്ക് വയ്യ. എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നെതറിൽ പോകാം ഗൈസ്. നെതറിൽ പോയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ബിൽഡ് കണ്ടല്ലോ ഗൈസ്, അതിൻ്റെ മേളിലൊരു ബൾബ് വെക്കണം. കോപ്പർ ബൾബാണ് ഞാൻ സെറ്റ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടി ബ്ലേസ് റോഡ് വേണം ഗൈസ്. സോ നമുക്ക് അതിന് വേണ്ടി നെതറിൽ പോകണം. എന്നിട്ടൊരു ഫോർട്രസും കണ്ടുപിടിച്ച് 2-3 ബ്ലേസ് റോഡ് ഒപ്പിക്കാം ഗൈസ്. ഓക്കെ, അതിന് വേണ്ടി ഡയമണ്ട് യൂസ് ആവും ഗൈസ്. ഓക്കെ, ഡയമണ്ട് നമുക്ക് ഫുൾ ഡയമണ്ട് ആർമർ ആകാം ഗൈസ്. അതും പെട്ടെന്ന് തന്നെ വേണം. ഈ ഒരു ഡയമണ്ട് ഇടുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ് ഗൈസ്, എന്തോ അറിയില്ല. ഓക്കെ, 3 ഡയമണ്ട്, പിന്നെ 3 ഡയമണ്ട്. ഓക്കെ ഗൈസ്, 3 ഡയമണ്ട് 4 ഉണ്ടോ? ഇല്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ബാക്കി ബിൽഡ് നിങ്ങൾ കണ്ടിട്ടോ. എൻ്റെ പൊന്ന് ഗൈസ്, എൻ്റെ എല്ലാ റിസോഴ്സും തീർന്നു. ഞാൻ ഇത്രയും വരെ ചെയ്തപ്പോൾ എൻ്റെ എല്ലാ റിസോഴ്സും കഴിഞ്ഞു. ഞാൻ ഇനിയും പോയി ഗ്രൈൻഡ് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി കണ്ട് ഇവിടം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ പൊന്നടാവേ, ഞാൻ ഇപ്പുറത്തെ സൈഡ് പറയുമ്പോൾ നിങ്ങൾ ഒത്തിരി സമയം എടുത്തെന്ന് പറഞ്ഞു. അതിൻ്റെ ഇരട്ടി സമയം എടുത്താണ് ഗൈസ് ഇത്. ബിക്കോസ് എൻ്റെ പൊന്നടാവേ, ഞാനാണെങ്കിൽ കാട്ടിലൊക്കെ പോയി വഴിയൊക്കെ തെറ്റി. എൻ്റെ പൊന്നടാവേ, അതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്തൊക്കെ ഇപ്പം 1 മണിക്കൂറായേനെ. സീരിയസ്ലി ഓടാ മോനെ, എന്ത് സമയം എടുത്തെന്നറിയോ. ഞാൻ കഷ്ടപ്പെട്ട് എന്തായാലും കഴിഞ്ഞല്ലോ, പണി കഴിഞ്ഞില്ല. ഇനിയും താഴോട്ടുണ്ട് ഗൈസ്. എന്തായാലും ഏകദേശം കഴിഞ്ഞു, ഇനിയും താഴോട്ടുണ്ട്. അത് നമുക്കിനിയും പിന്നെ എപ്പോഴും ഞാൻ ഓഫ്ലൈൻ ഗ്രൈൻഡോ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. ഫുഡ് തീർന്നെന്ന് പറയല്ലേ? ഉണ്ട്, ഭാഗ്യം. എൻ്റെ ദൈവമേ, ഫുഡ് തീർന്നൊക്കെ പറഞ്ഞ് ഞാനിപ്പോൾ ഗെയിം ഇട്ടിട്ട് പോയേനെ. ആൻഡ് ഫൈനലി നമ്മളങ്ങനെ ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇനിയും താഴോട്ടുണ്ടോണമെന്നുണ്ടായിരുന്നു. ബട്ട് ഈ ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സ് കണ്ടപ്പോഴത്തേക്ക് മതിയാടാ, സീരിയസ്ലി നല്ല സമയം എടുത്തു. ആൻഡ് ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് ഫ്ലോറിങ്ങും ആൻഡ് മേളിലൊരു ചെറിയൊരു ഡിസൈൻ, വലിയ ഡിസൈനൊന്നും ആക്കുന്നില്ല. നമുക്കൊരു കോപ്പർ ബൾബ് കൂടെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് ലൈറ്റിങ് സെറ്റ് ചെയ്യാനാണ്.
അതിന് മുമ്പ് ഒരു ചെറിയ ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുറച്ച് എന്താ ഡീപ് സ്ലൈറ്റിൻ്റെ സ്റ്റെയർ കേസ് കൂടി ഇട്ടിട്ട് നമുക്ക് കാണാം ഗൈസ്. അതായിരിക്കും നല്ലത്. മേളിൽ നമ്മൾ ഡീപ് സ്ലൈറ്റിൻ്റെ സ്റ്റെയർ കേസ് ഒരു തലവുത്തനെ ഇട്ട് നമുക്ക് ഇട്ടിട്ട് കാണാം. അതായിരിക്കും നല്ലത്. യെസ് ഗൈസ്. ഫൈനലി ഗൈസ് അതും കഴിഞ്ഞു. പക്ഷേ ഇത് അത്ര സമയം എടുത്തില്ല, ഞാൻ വിചാരിച്ച പോലെ അത്ര സമയം എടുത്തില്ല. ഇറ്റ്സ് ടേക്ക് ഓൺലി 50 minutes ഗൈസ്. ബിക്കോസ് നമ്മുടെ ഡീപ് സ്ലൈറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് സ്റ്റെയർ കേസ് ആക്കുക, അത്ര ഉള്ളായിരുന്നു പണി. നമ്മൾ അങ്ങോട്ട് സ്റ്റെയർ കേസ് വെച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കിനി മേളിൽ പോകുമ്പോൾ കാണിക്കാം. ഇനി നമുക്ക് കുറച്ച് ഗ്രാനൈറ്റ് കൂടെ വെച്ച് താണ്ടി ഇവിടുത്തെ ഒരു ലൈറ്റ് പോയല്ലോ ഗൈസ്. ലൈറ്റിങ് തോണ്ടിങ് എടുക്കാം ഗൈസ്. അതെ, ഗ്രാനൈറ്റ് കൂടെ വെക്കാനുള്ളൊരു ചെറിയ പണിയുള്ളൂ ഗൈസ്. അത് നമുക്കിപ്പോൾ അങ്ങ് സെറ്റാക്കാം. സോ അങ്ങനെ ഇതുകൂടെ കംപ്ലീറ്റ് ചെയ്ത് 2 ബ്ലോക്ക് കൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ഗൈസ്. ഈ ഒരു കുഞ്ഞു പണിയും നമ്മളങ്ങനെ കഴിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഒരു വുഡിൻ്റെ പാർട്ടാണ് നമുക്ക് നല്ല ടൈം എടുത്തത്. സോ അതിന് വേണ്ടി നമുക്ക് എന്തായാലും ഒരു ഫാമോ അല്ലെങ്കിൽ സെറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ എന്തായാലും ഈ ഒരു ഗ്രാനൈറ്റോടെ സെറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഈ ഗ്രാനൈറ്റ് പണിയും കഴിഞ്ഞിട്ടുണ്ട്. സീരിയസ്ലി ഇത് വലിയ പണിയൊന്നുമില്ല. ഞാൻ ഇച്ചിരി അങ്ങോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ ഗൈസ് ഒരു ഗ്രാനൈറ്റിൻ്റെ ഏരിയ. സോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിക്കാക്സ് വെച്ച് തോണ്ടിയെടുത്തു. ആൻഡ് ഇവിടെ പ്ലേസ് ചെയ്തു. അത് വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ബട്ട് ഇനി ഇത് സ്റ്റെയർ കേസ് വെച്ച് താഴോട്ട് കൊണ്ടുപോകുന്നത് അത് നല്ല പണിയുണ്ട് ഗൈസ്. സോ നമുക്കിനി മേളിൽ പോയി കാണിക്കാം. എന്താണ്ട് ഇങ്ങനെയാണ് ഞാനിപ്പോൾ സ്റ്റെയർ കേസ് മേലെ വെച്ചേക്കുന്നത്. അതാകുമ്പോൾ ഒരു സ്മൂത്ത് ലുക്ക് ഉണ്ട്, അല്ലാതെ വലിയ അങ്ങനത്തെ ലക്ഷറി ലുക്ക് നമുക്ക് വേണ്ട. ഒരു ജസ്റ്റ് ഒരു ക്ലീൻ ലുക്ക് മതി ഗൈസ്. ഇതുണ്ട് അവിടെ കൊണ്ട് 2 സ്റ്റോൺ വെക്കാൻ പറ്റും. കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. മഴയുണ്ടല്ലോ, തണ്ടർസ്റ്റോമാണോ നോക്കട്ടെ. ആണെങ്കിൽ കിടക്കാൻ പറ്റും. ഞാൻ പിന്നെ നമ്മുടെ ഫാം ഒന്ന് ഹാർവെസ്റ്റ് ചെയ്തായിരുന്നു ഗൈസ്. ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഫുൾ പൊട്ടാറ്റോ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഫൈനലി നല്ല ടൈം എടുത്തെങ്കിൽ ഇപ്പോൾ കാണാൻ ഒരു ലുക്കുണ്ട് ഗൈസ് കയറി വരുമ്പം. ബട്ട് ഇതിങ്ങനെ ഓപ്പൺ ആക്കിയിട്ടെന്ന് ഇത് കുഴപ്പമില്ല. ഓപ്പൺ ആക്കിയിട്ടേക്കുന്നതിനിപ്പോൾ എന്താ ഗൈസ്? അതെ ഗൈസ്, അതാണ് നല്ലത്. ഓപ്പൺ ആക്കിയിട്ടേക്കാം. ആൻഡ് ഇവിടെ കൂടെ കുറച്ച് ഗ്രാനൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി നമ്മൾ അത്ര ഏരിയ വരെ എനിക്കൊന്നും അത് വൈ ലെവൽ 20 ഓങ്ങാണ്ടായിരുന്നു, 20 10 ഓങ്ങാണ്ടാണ്. അവിടം വരെ നമ്മൾ കംപ്ലീറ്റ് ഉണ്ട് ഗൈസ്. സോ ഇതൊരു 3 മണിക്കൂറത്തെ പണിയാണ് ഗൈസ്. നിങ്ങൾ ജസ്റ്റ് 10-20 മിനിറ്റ് കൊണ്ടായിരിക്കും കാണുന്നത്. ഇത് 3 മണിക്കൂറത്തെ പണിയായിരുന്നു ഗൈസ്. നല്ല ടൈം എടുത്തു. ഇനി ഇതേപോലെ തന്നെ താഴോട്ടും ചെയ്യണം ഗൈസ്. ഓക്കെ, എന്തായാലും നമുക്കെന്നാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. സോ നമ്മുടെ മൈനിങ് ഏരിയ ബിൽഡ് ഇത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. ബൈ. Yeah, I'm the king when I'm in the rain. Got my G when I'm in the van. Gone link pics on a middleman. Ain't nothing but a gold thing.